പോലീസ് സ്റ്റേഷനിൽ തള്ളിക്കയറിയ കോൺഗ്രസ് നേതാക്കളുടെ വക അസഭ്യവർഷവും ഭീഷണിയും. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെയും നേതൃത്വത്തിൽ സംഘർഷം സൃഷ്ടിച്ചത്. അതേസമയം കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് മുന്നിലുണ്ടായ UDF ആക്രമണത്തിൽ അധ്യക്ഷയ്ക്കും കൗൺസിലർമാർക്കും പരിക്കേറ്റു. LDF നേതൃത്വം നൽകുന്ന കൂത്താട്ടുകുളം നഗരസഭാ ഭരണസമിതി അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനും എതിരെയുള്ള UDF അവിശ്വാസ നീക്കം പൊളിഞ്ഞതിന് പിന്നാലെയാണ് നഗരസഭയ്ക്ക് മുന്നിൽ UDF പ്രവർത്തകർ സംഘർഷം സൃഷ്ടിച്ചത്. അനൂപ് ജേക്കബ് MLA സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തിൽ കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ, സ്ഥിരം സമിതി അധ്യക്ഷ അംബിക രാജേന്ദ്രൻ, കൗൺസിലർ സുമാ വിശ്വംഭരൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറിയത്. പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു എന്ന് പറഞ്ഞ് സ്റ്റേഷനകത്തേക്ക് കയറിയ നേതാക്കൾ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയുമായിരുന്നു. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ നഗരസഭാ അധ്യക്ഷയ്ക്കും CPIM നേതാക്കൾക്കുമെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. കൈരളി ന്യൂസ്, കൊച്ചി.